ഹായ് ഓൾ, വെൽക്കം ടു നോ ലൂമി. ലൂമി സ്പ്രിന്റിന്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് 26ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ലെറ്റർ സീരീസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ലെറ്റർ സീരീസിൻ്റെ അകത്ത് എങ്ങനെയായി ക്വസ്റ്റ്യൻ ചോദിക്കാം. കുറച്ച് ലെറ്റേഴ്സ് വരും, മേ ബി എ, പിന്നെ സി വരും, പിന്നെ ABCDE വരും. എന്നിട്ട് അടുത്ത് എന്താ ചോദിക്കും, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇനീഷ്യലി ഒരു കാര്യം ചെയ്തു നോക്കാം. കാരണം നമുക്ക് എ എത്രാമത്തെ ലെറ്റർ ആണ്, ബി എത്രാമത്തെ, ഓരോ ആൽഫബറ്റും എത്രാമത്തെ ലെറ്റർ ആണ് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി. ഓക്കെ, അതായത് എന്താണ് 1 2 3 4 5 6 7 8 9 10 11 12 13. ഓക്കെ, മൊത്തം 26 ലെറ്റർ ആണ്. അപ്പോൾ അതിനകത്ത് 13ാമത്തെ ലെറ്റർ ഏതാ വരുന്നത്? എം ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്താണ് ഈ രീതിക്ക് എഴുതി പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായിരിക്കും 14 മുതലായിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ എന്തായിരിക്കും 26 ആയിരിക്കും. ഈ രീതിക്ക് എഴുതി എന്താ സുഖം എന്ന് വെച്ചാൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നമുക്ക് എന്ത് നോക്കാണ്ടാവും, എത്രാമത്തെ ആൽഫബറ്റാന്ന് നോക്കിയിട്ടായിരിക്കും ഇതിൻ്റെ ആൻസർ നോക്കുക. കാരണം ഇവിടെ എന്താണ്, ഇവിടെ ബി കഴിഞ്ഞിട്ട് സി ആണ്. അതായത് ഒരു ആൽഫബറ്റ് വിട്ടു, എന്നിട്ട് അടുത്ത ആൽഫബറ്റ്, ആ ഒരു സാധനം നമുക്ക് നോക്കണമല്ലോ, ഏതൊക്കെ ആൽഫബറ്റ് എവിടെയൊക്കെ വരുന്നതെന്ന്. അപ്പോൾ അതറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ ഇതിൻ്റെ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സിമ്പിളായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് എന്താ ഈ രീതിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. എന്താ പറയുക, ഈ ഒരു മെത്തേഡ് ഷോർട്ട് കട്ട്, ജോട്ടി പറഞ്ഞ ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചാൽ ഇതെന്തായിരിക്കും, ഇത് 5ാമത്തെ ലെറ്റർ ആയിരിക്കും. ഇത് 10 ആയിരിക്കും, ഇത് 11 ആയിരിക്കും, സോറി 11 അല്ല 15 ആയിരിക്കും, 20, 25. ഓക്കെ, ഈ ഒരു ഷോർട്ട് കട്ട് ഓർത്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഏത് ലെറ്റർ എത്രാമത്താണ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങളൊരു കാര്യം കൂടി നോക്കണം. ഈ ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ടല്ലോ, മേ ബി നമുക്ക് എന്താ ചില ക്വസ്റ്റ്യൻസിനകത്ത് ഇത് 1 ആക്കി എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അതായത് റിവേഴ്സ് ഓർ അതായത് ZY X ആ രീതിക്കുള്ള പാറ്റേൺസും കാണാൻ പറ്റും. അപ്പം ഏത് രീതിക്ക് ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു സാധനം എഴുതിയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, ഇതിൻ്റെ അത് സൈക്ലിക് ഇത് രീതിക്ക് എടുക്കാറുണ്ട്. പറഞ്ഞത് എന്താണെന്ന്, അതായത് ഇപ്പം നമുക്കിപ്പം എന്താണ്, ഇത് Z ആണ്, ഇത് പിന്നെ ABC. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, അതായത് ഈ ഒരു പാറ്റേണിൽ, അതായത് ABC ആ ഒരു പാറ്റേണിൽ മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കും വിചാരിക്കരുത്. ഇങ്ങനെ ഇവിടെ എത്തും, പാറ്റേൺ എത്തും, എന്നിട്ട് എന്താണ് ഇവിടെ Z കഴിഞ്ഞാൽ പിന്നെ Aയിലേക്ക് തന്നെ വരാം. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താക്കാം, Z നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഇന്ന് ഒരു പാറ്റേണിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അതിലുള്ള ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് വേണ്ടത് ഏതാണ്, ഈ ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് എഴുതാൻ എല്ലാവർക്കും വരെ ഉണ്ടാവും, ആൽഫബറ്റ് എഴുതാൻ എല്ലാവർക്കും വരെ. അത് ഈ രീതിക്ക് എഴുതിയാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ എന്താക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അതൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ ആണ്, കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെ ടൈപ്പ് ഓഫ് ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഫസ്റ്റ് എന്താ വെച്ചാൽ ഫൈൻഡ് ദ നെക്സ്റ്റ് ടൈം ഇൻ ദ സീരീസ്, അതായത് ADGJ. നമുക്ക് ഫസ്റ്റ് എന്താ എഴുതേണ്ടത്, നമുക്ക് നമ്മൾ ആൽഫബറ്റ് ഒന്ന് എഴുതി നോക്കാം. ABCDEFGHIJKL. ഓക്കെ, ആൽഫബറ്റ് ഫുള്ളായി തന്നെ എഴുതാം. ഞങ്ങൾക്ക് ഇത് എഴുതാണ്ട് ചെയ്യാൻ പറ്റും, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ എന്താ ചെയ്തത്, A കഴിഞ്ഞിട്ട് ഏതൊക്കെ ഒഴിവാക്കി, Bയും Cയും ഒഴിവാക്കി, D കഴിഞ്ഞിട്ടോ Eയും Fഉം ഒഴിവാക്കി, G കഴിഞ്ഞിട്ടോ Hഉം Iയും ഒഴിവാക്കി. അപ്പം J കഴിഞ്ഞിട്ട് ഏതൊക്കെ ഒഴിവാക്കും, Kയും Lഉം ഒഴിവാക്കും. നെക്സ്റ്റ് എന്തായിരിക്കും വരിക, M ആയിരിക്കും വരിക. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു സാധനം എഴുതി വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദ നെക്സ്റ്റ് 2 ടേംസ് ഓഫ് ദ ഗിവൻ സീരീസ്. ഒരു സീരീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ അടുത്ത 2 ടേംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് കണ്ടിട്ട് ലൈക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, അതായത് ലൈക്ക് ഒരു ബന്ധമില്ലാത്തൊരു ഫീൽ ഇല്ല? കാരണം Z കഴിഞ്ഞ് S, പിന്നെ W, പിന്നെ OT, ഇങ്ങനെയൊക്കെ തോന്നിയ അവസ്ഥ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്, അത് എഴുതി വെക്കാം. ആൽഫബറ്റ്സ് ഒക്കെ എഴുതി വെക്കാം. ഇങ്ങനെ എഴുതാം,
ഓക്കെ, നമ്മൾ ആൽഫബറ്റ് എഴുതി. പിന്നെ നോക്കേണ്ടത് ഇവിടെ പറഞ്ഞത് സെഡ് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞത്, ഇത് ബാക്കോട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം സെഡ് കഴിഞ്ഞിട്ട് പിന്നെ എസ് ഒക്കെ ആണെങ്കിൽ ബാക്കോട്ട് ആണല്ലോ, മുമ്പോട്ടല്ലല്ലോ സീരീസ് പോകുന്നത്. സെഡ് കഴിഞ്ഞിട്ട് എന്താണ്, എസ് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, ഡബ്ല്യു. ഓക്കെ, അതായത് ഒരു ബന്ധമില്ലാത്തൊരു ഫീലില്ലേ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഇത് ഒറ്റൊരു സീരീസ് അല്ല, ഇത് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള 2 സീരീസ് വരുന്നുണ്ട്. എങ്ങനെയാണ് സീരീസ് വരുന്നത്, ഒന്നാമത്തെ സീരീസ് ഏതാ, ഡബ്ല്യു അല്ല, സെഡ് ഡബ്ല്യു ടി ക്യു, ഇതൊരു സീരീസും അതുപോലെ തന്നെ എസ് ഒ കെ ജി ഇത് അടുത്ത സീരീസും. ഇങ്ങനത്തെ 2 സീരീസിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒറ്റ ഒരു സീരീസ് വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേറൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഇത് ചാൻസ് ഭയങ്കര കൂടുതലാണ് ഈ രീതിക്ക് ആവാൻ വേണ്ടി. അതായത് 2 ടേംസ് ചോദിച്ചാൽ മോസ്റ്റ് പ്രോബബ്ലി അത് 2 സീരീസ് ആയിരിക്കും. ആ രീതിക്ക് നോക്കിയാൽ മതി. എപ്പോഴും ആയിരിക്കുന്നത് നിർബന്ധമല്ല, മോസ്റ്റ് പ്രോബബ്ലി അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ 2 സീരീസാണ് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഈ സീരീസിൻ്റെ അടുത്ത ടൈം കാണുക, ഈ സീരീസിൻ്റെ അടുത്ത ടൈം കാണുക. അതായിരിക്കും എന്ത് ഇവിടെ ആൻസർ ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ എന്താ പറയുക, സെഡ് പറഞ്ഞു, പിന്നെ ഡബ്ല്യു, പിന്നെന്താണ് ടി, പിന്നെന്താണ് ക്യു. ഇവിടെ എത്ര എണ്ണം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്, 2. ഇവിടെ എത്രയാണ്, 2 എണ്ണം വിട്ടു. അതുപോലെ തന്നെ ഇവിടെ 2 എണ്ണം വിട്ടു. അപ്പോൾ ഇനി ക്യു ആയിട്ട് എന്തായിരിക്കണം, 2 ആൽഫബറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ആൽഫബറ്റ് എടുക്കേണ്ടത്. അതായിരിക്കും നമ്മൾ പിയും വിട്ടു, ഒയും വിട്ടു, എന്നിട്ട് എൻ എടുത്തു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും, എൻ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തതിൻ്റെ എസ് കഴിഞ്ഞിട്ട് ഏതാണ്, എസ് കഴിഞ്ഞിട്ട് ഒ കഴിഞ്ഞിട്ട് ഏതാണ്, കെ, പിന്നെ കെ കഴിഞ്ഞിട്ടോ ജി. ഓക്കെ, ഇവിടെ എത്ര ടൈം കിട്ടു, എസ് കഴിഞ്ഞിട്ട് ഒ മീൻസ് 1 2 3 ടൈം കിട്ടും. പിന്നെ ഒ കഴിഞ്ഞിട്ട് 1 2 3, കെ കഴിഞ്ഞിട്ട് 1 2 3. അതായത് ഓരോ ഇത് കഴിഞ്ഞിട്ടും 3 ആൽഫബറ്റ് വിട്ടതിന് ശേഷമുള്ള ആൽഫബറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജി കഴിഞ്ഞിട്ട് 3 ആൽഫബറ്റ് കഴിഞ്ഞ ശേഷം എടുത്താൽ മതി. അതായിരിക്കും 1 2 3. ഏതായിരിക്കും ആൻസർ, ഇതിൻ്റെത് സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്തായിരിക്കും, എൻ കോമ സി ആയിരിക്കും എന്ത്, നെക്സ്റ്റ് 2 ടേംസ്. ഒന്നുകൂടി പറയാം, നമുക്ക് ഇനീഷ്യലി നോക്കിയ ഒരു കാര്യം മനസ്സിലായി, ഇതൊരു ഒറ്റൊരു സീരീസ് അല്ല. കാരണം ഒറ്റൊരു സീരീസ് ഒരു ബന്ധം ഫീൽ ചെയ്യുന്നില്ല, കാരണം അങ്ങോട്ട് പോയി പിന്നെ തിരിച്ചു വരുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഇതാണുള്ളത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, ഒറ്റൊരു സീരീസ് അല്ല. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേറൊരു ഷോർട്ട് കട്ട് കൊണ്ട് പറഞ്ഞു, മോസ്റ്റ് പ്രോബബ്ലി കേസസ്, എല്ലാ കേസിലും നിർബന്ധമല്ല, മോസ്റ്റ് പ്രോബബ്ലി 2 ടേംസ് ചോദിച്ചാൽ എന്തായിരിക്കും, അത് 2 സീരീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സീരീസ് എടുത്ത് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, എന്നിട്ട് ഈ സീരീസിൻ്റെ നെക്സ്റ്റ് ടൈം എന്താ നോക്കി, ഈ സീരീസിൻ്റെ നെക്സ്റ്റ് ടൈം എന്താ നോക്കി, അതെല്ലാം കമ്പനി ചെയ്ത് നമ്മൾ ആൻസർ എഴുതി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉപകാരപ്പെട്ട ഒരു സാധനം എന്താണ്, ആൽഫബറ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ലൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണം. ബട്ട് മോസ്റ്റ് പ്രോബബിൾ കേസസിലും നിങ്ങളുടെ മനസ്സിന് കാൽക്കുലേറ്റ്, അതായത് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മിസ്റ്റേക്കും എററും കുറയ്ക്കാനും പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു സീരീസ് ആണ്. ആ സീരീസിൻ്റെ അടുത്ത ടൈം എന്താണ്, ഇവിടെ എന്താണ് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സോ എന്തായിരിക്കും, അൾട്ടർനേറ്റീവ് സീരീസ് ആയിരിക്കും. അതായത് 2 സീരീസിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, ZXVTR. നിങ്ങൾക്ക് ഇത് ഏത് രീതിക്ക് നോക്കിയാലും ഈ ഒരു ടൈം നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. സോ എന്തായിരിക്കും, പിന്നെ അതുപോലെ തന്നെ 2 ടൈം ചോദിച്ചാൽ എന്തായിരിക്കും, 2 സീരീസ് ആയിരിക്കും. അപ്പോൾ സീരീസ് ഏതൊക്കെ ആയിരിക്കും, ZVR അതുപോലെ തന്നെ XT. ഓക്കെ, ഇതിൻ്റെ അടുത്ത ടൈമും ഇതിൻ്റെ അടുത്ത ടൈം ZVRXT. ഓക്കെ, ഇതിൻ്റെ അടുത്ത ടൈമും കണ്ടാൽ മതി, ഇതിൻ്റെ അടുത്ത ടൈമും കണ്ടാൽ മതി. എങ്ങനെ കാണുക, നമ്മൾ നേരത്തെ എഴുതുന്ന ആൽഫബറ്റ് എഴുതുക, എന്നിട്ട് ആ എത്ര ആൽഫബറ്റ് ഇതായിട്ട് ആണ് നെക്സ്റ്റ് ആൽഫബറ്റ് എടുക്കുന്നത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നെക്സ്റ്റ് ടൈം എടുത്താൽ മതി. ആൻസർ വരുന്നത് ഈ ഓപ്ഷനാണ്, അതായത് പി കോമ തന്നെയായിരിക്കും ആൻസർ. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അവിടെ എന്താ പറയുക, സീരീസ് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും ചോദിച്ചിട്ടുള്ളത്. നമ്മൾ സീരീസ് ആദ്യം എടുത്ത് ചെയ്താൽ NDIYDTYOTJ ഈ ഒരു സീരീസാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് 2 എണ്ണത്തിൻ്റെ ഒരു ഇതായിട്ടാണല്ലോ വരുന്നത് അല്ലേ. കാരണം അല്ലാണ്ട് 2 കൂടി കമ്പയർ ചെയ്ത് നോക്കിയാൽ പ്രത്യേകിച്ച് ബന്ധം ഫീൽ ചെയ്യുന്നുണ്ടോ, ഒരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. മീൻസ് സോ എന്തായിരിക്കും, 2 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും വരും. നമുക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് എഴുതി നോക്കാം.
NIDYT അല്ല, ഒന്നാമത്തെ NIDYT, രണ്ടാമത്തെ എന്താണ് DYTOJ അല്ലേ, DYTOJ, യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എടുത്തു നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് ടൈം എന്താ വരുന്നത്, N വന്നു, പിന്നെ ഏതാണ് I വന്നു, പിന്നെ ഏതാണ് D വന്നു, പിന്നെ ഏതാണ് YT. ഓക്കെ, ഇത് നമ്മൾ റിലേഷൻ എന്താ നോക്കാം. N കഴിഞ്ഞിട്ട് 1 2 3 4 4 ആൽഫബറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വരുന്നത് അടുത്ത ടൈം വരുന്നത്. അപ്പോൾ I കഴിഞ്ഞതിന് ശേഷം 1 2 3 4 I കഴിഞ്ഞതിന് ശേഷം 4 ടൈം കഴിഞ്ഞതിന് ശേഷം എന്ത് വരുന്നത്, അടുത്ത ആൽഫബറ്റായി D വരുന്നത്. നെക്സ്റ്റോ 1 2 3 4 D കഴിഞ്ഞതിന് ശേഷം D കഴിഞ്ഞ് ബാക്കോട്ടാണ് എടുക്കുന്നത്, മുമ്പോട്ടല്ല. ബാക്കോട്ട് എടുത്തതിന് ശേഷം എന്താണ് 4 ആൽഫബറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് Y വരുന്നത്. അതുപോലെ തന്നെ 1 2 3 4 Y കഴിഞ്ഞതിന് ശേഷം 4 ആൽഫബറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് T വരുന്നത്. സോ ഇനി T കഴിഞ്ഞതിന് ശേഷം എന്താണ് 4 ആൽഫബറ്റ് കഴിയണം. 1 2 3 4, അപ്പം എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് O ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇവിടുന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, സൈക്ലിക് ആക്കി നമുക്ക് എടുക്കാൻ പറ്റും ഏത് രീതിക്ക് വേണമെങ്കിലും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടൈമിൻ്റെ നോക്കാം. ഇവിടെ എന്താണ് ഫസ്റ്റ് ടൈം വരുന്നത്, എന്താണ് D ആണ്. ഓക്കെ, D വന്നു, പിന്നെന്താണ്, പിന്നെ Y വന്നു, പിന്നെ T, പിന്നെന്താണ് O ആണ്, പിന്നെന്താണ് J ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോക്കാം. ഫസ്റ്റ് D ആയിരുന്നു. D കഴിഞ്ഞിട്ട് 1 2 3 4 4 ടൈം കഴിഞ്ഞിട്ട് എന്ത് വന്നു, Y വന്നു, പിന്നെ 1 2 3 4, പിന്നെ T വന്നു 1 2 3 4, പിന്നെ O വന്നു, പിന്നെ 1 2 3 4, പിന്നെ J വന്നു. അപ്പോൾ J കഴിഞ്ഞിട്ട് എന്താണ് 4 ആൽഫബറ്റ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അടുത്ത ടൈം വരും. അതായത് 1 2 3 4. അപ്പോൾ ഏതാണ് E ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഏതായിരിക്കും നമ്മൾ കറക്റ്റ് ആൻസർ, OE ആയിരിക്കും. ഓക്കെ, അതേതാണ് ഓപ്ഷൻ D ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാണ്, ഇവിടെ 2 ഇതായിട്ടാണ് തന്നത്. അപ്പോൾ നമ്മൾ 2 ടൈം സെപ്പറേറ്റ് ആക്കി എഴുതി, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നോക്കി എന്താ റിലേഷൻ എന്ന്, എന്നിട്ട് നെക്സ്റ്റ് ടൈം കണ്ടു. സിമ്പിളാണ്. ഈ രീതിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഇൻ്റർപ്രറ്റ് എടുക്കാൻ വേണ്ടി ആ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ നിങ്ങൾ എന്താണ് മാക്സിമം കഴിയുന്നത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സീരീസ് വന്നിട്ടുണ്ട്. എന്താണ് BDF CFI DHL. അപ്പം നെക്സ്റ്റ് ടേം എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് 3 സെപ്പറേറ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. BCD, അതുപോലെ തന്നെ DCFI അല്ലേ, സോറി എഴുതി മാറിപ്പോയിട്ടുണ്ട്. CFI അല്ലേ, CFI DFH ആയിരിക്കും. അതുപോലെ തന്നെ FIL ആയിരിക്കും അല്ലേ. BCD DFH FIL ആയിരിക്കും. ഓക്കെ, അപ്പം 3 ടൈം എന്താക്കി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതണം നിർബന്ധമല്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് അത് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. ഞാൻ കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ട്. ഇതുപോലെ റിലേഷൻ എടുത്ത് നോക്കി. B കഴിഞ്ഞിട്ട് C കഴിഞ്ഞിട്ട് D, അതായത് ഒരു ഷിഫ്റ്റും ഇല്ലാണ്ട് ഒരു ലെറ്റർ സ്കിപ്പ് ചെയ്യാണ്ട് നെക്സ്റ്റ് ലെറ്റർ എടുത്ത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും അടുത്ത വരിക, സിംപ്ലി എന്തായിരിക്കും E ആയിരിക്കും. ഓക്കെ, ഇവിടെയോ D കഴിഞ്ഞിട്ട് എന്താക്കി, D കഴിഞ്ഞിട്ട് വരുന്നത് F ആണ്. F കഴിഞ്ഞിട്ടോ H ആണ്. മീൻസ് എന്താണ് ഒരു ലെറ്റർ എന്താക്കി സ്കിപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്ത ഏതായിരിക്കും, ഒരു ലെറ്റർ സ്കിപ്പ് ചെയ്താൽ J ആയിരിക്കും. അടുത്തതോ ഫസ്റ്റ് ടൈം വരുന്നത് F ആണ്. അത് കഴിഞ്ഞിട്ടോ I ആണ് വന്നത്. അത് കഴിഞ്ഞിട്ടോ L ആണ്. അപ്പോൾ എത്ര ലെറ്റർ സ്കിപ്പ് ചെയ്തു, 1 2 1 2. 2 ലെറ്റർ സ്കിപ്പ് ചെയ്തതിന് ശേഷം ലെറ്ററാണ് എന്താക്കിയത് എഴുതിയത്. മീൻസ് അടുത്ത ലെറ്റർ 2 സ്കിപ്പ് ചെയ്തതായിരിക്കും. M സ്കിപ്പ് ചെയ്തു, N സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഏതായിരിക്കും O ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നെക്സ്റ്റ് ടൈം വരിക, EJO ആയിരിക്കും. അപ്പോൾ ആൻസർ ഏതാണ്, C ആണ്. അതായത് നേരത്തെ നമ്മൾ 2 ടൈമിൻ്റെ ചെയ്തത്, ഇപ്പം ചെയ്തത് 3 ടൈമിൻ്റെ ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ സെപ്പറേറ്റ് ആക്കി എഴുതി, എന്നിട്ട് തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ ഈ ഒരു ആൽഫബറ്റിൻ്റെ ഓർഡർ വെച്ച് നോക്കി.